അലിനെ നമസ്കാരം. വിവാദത്തിലേക്കൊക്കെയാണല്ലോ പോണേ. എന്താന്നറിയാൻ പാടില്ല. കേരളം എങ്ങോട്ടാ പോണെന്ന് എനിക്കറിയാൻ പാടില്ല. കേരളത്തിന്റെ അറിയാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പോഴത്തെ നിലപാടെന്താണ്? കാരണം താങ്കൾക്കെതിരെയും അതുപോലെ തന്നെ ഇപ്പൊ ഷോർട്ട് ഫിലിമിലും ഉണ്ടായിരുന്ന അണിയർ പ്രവർത്തകർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് റിയ ഉന്നയിച്ചിരിക്കുന്നത്. അതിനെതിരെ ഞാൻ തെറ്റാണെന്ന് തന്നെ പറയാൻ പറ്റും. ആരോപണം വെറുതെ പറയണത്. വാക്കപ്പുറത്ത് കാര്യമില്ല, തെളിവ് കാണിക്കാൻ പറയാം. എങ്ങനെ തെളിവ് കാണിക്കാൻ പറയുന്നത്? അവള് ശാരീരികമായിട്ട് ബന്ധമുണ്ടെന്നോ പറയണം. ശാരീരികമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് പറയണത്. നാളെ ഒരു കൊച്ചിനെ വയറ്റിൽ ഒരു കൊച്ചിനായിട്ട് വയറും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം പറയൂലല്ല. കാരണം 2 ആഴ്ച വെച്ചുള്ള ആള് നാളെ ഏർപ്പെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അവളെ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അലിൻ ജോസിന് ആംബിയറില്ലെന്നോ പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടിട്ട് അങ്ങനെ ലൈംഗിക ബന്ധത്തെ ഏർപ്പെടൂലല്ലോ. അത്രക്ക് പൊട്ടണല്ലേ, മനസ്സിലായി? നിലവിൽ ഇപ്പം ഈ പറയുന്ന വ്യക്തിയായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇത്രയും മാത്രം അതിർപ്പതിക്കാൻ ഞാൻ മണ്ടനാണ്. കാരണം ഈ എന്തോരം മെലിഞ്ഞ് ഇക്കിരി വളർന്ന പെണ്ണുങ്ങൾ തന്നെ പറയുന്നിട്ട് പോലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നുണ്ടോ? പിന്നെ ഏജ് ഡിഫറൻസും 23 വയസ്സുള്ള ആള് ഒരു 16 വയസ്സ് മൂത്തായിട്ടുള്ള അലിന്റെ ഒരു ഇതിപ്പം അലിൻ വന്നതും ഷോർട്ട് മൂവി അതുപോലെ റിവ്യൂ ഒക്കെ ചെയ്തൊക്കെ തന്നെയല്ലേ അഭിനയിപ്പിച്ചു അല്ലെ? അപ്പൊ അങ്ങനെ ഒരാള് അവരുടെ അതേപോലെ തന്നെ താങ്കളുടെ അതേപോലെ തന്നെ ഒരു അവള് പറയണം ഞാനും അവള് മൈനർ അല്ലെന്നാ പറയണത്, മനസ്സിലായ? മൈനർ അല്ലെന്നും പറഞ്ഞ് ഒരു കെട്ടിപ്പിടിച്ച് ഇന്റിമസി അഭിനയിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ മമ്മൂട്ടി ആണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും പല രീതിയിൽ ഡാൻസ് സീക്വൻസ് അഭിനയിക്കുന്നുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞ ഇപ്പം ഹായ് ഇപ്പൊ പെരേരയുടെ ഒരു അതായത് ആദ്യം പെരേരയാണ് ഈ കാര്യം മീഡിയക്ക് മുന്നിൽ അവതരിപ്പിച്ച. കാരണം അവളെ എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അലിൻ ജോസ് പെരേര കല്യാണം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചില്ലെങ്കിൽ. അല്ല, നിലവിൽ അതൊരു ഇപ്പം അലന് മറ്റു പല മാർഗങ്ങളും ഉണ്ടായിരുന്നില്ലേ? അത് മീഡിയക്ക് മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ ആ വ്യക്തിയുടെ കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ല. അല്ല, ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം കൂടെ അവിടെ പോവുകയല്ലേ മറ്റുള്ളവരുടെ വ്യക്തിത്വം ഇല്ലാത്തൊരു മനുഷ്യസ്ത്രീയാന്നാ പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ബ്രൈറ്റിനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നു. അവനുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ അവൾക്ക് റിയക്ക് ബ്രൈറ്റിനോട് പ്രണയം ഉണ്ടായിരുന്നു. ബ്രൈറ്റ് അവള് പറഞ്ഞു ബ്രൈറ്റ് എൻ്റെ പുറകെ നടന്നിരുന്നു, ഞാൻ അവർക്ക് വഴങ്ങിയില്ല. പിന്നെ ബ്രൈറ്റ് അഡ്ജസ്റ്റ്മെന്റിന് ചോദിച്ച് ഞാൻ പോയില്ലടാ, എനിക്ക് നിന്നെ മാത്രമോടാ സെക്സ് ചെയ്യാൻ താല്പര്യം, നമുക്ക് ഊട്ടിയിലും കൊടൈക്കനാലിലും പോയിട്ട് സെക്സ് ചെയ്യാടാ, നമുക്ക് നിന്നെയായിട്ട് അന്ന് കെട്ടിപ്പിടിച്ച് റീൽസ് മീഡിയക്ക് മുമ്പ് ചെയ്തപ്പോൾ നല്ല സുഖം കിട്ടിയത്. ഇപ്പം എനിക്കും സുഖമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇത്രയും പ്രായമുള്ളൊരു പെണ്ണിനോട് റീൽസ് ചെയ്യുമ്പോൾ എനിക്കും സുഖം കിട്ടാൻ, മനസ്സിലായോ? അല്ല, അത് പല ഛർദിക്കാരൊക്കെ വരുന്നത് പലപ്പോഴും ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ കയ്യിലൊക്കെ ചുണങ്ങൊക്കെ വരുന്നുണ്ട്, മനസ്സിലായോ? അല്ല, അതിലൊന്നും ഇപ്പൊ ഞാൻ പറയട്ടെ, അതൊക്കെ കണ്ടിട്ട് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. അലിന് നന്നായിട്ട് ആസ്വദിച്ചു എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. കാരണം അത് കണ്ടിട്ട് പെണ്ണുമായിട്ട് ഇടപെട്ട് കൈ പിടിച്ചൊക്കെ നടക്കുമ്പോഴേ ഇപ്പൊ അവർക്ക് പല പല രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവില്ല. എനിക്ക് കൈയൊക്കെ പൊട്ടി കളിഞ്ഞാൽ അലിനും ഈ വ്യക്തിയും തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ. പ്രലോഭനത്തിൽ പലപ്പോഴും പെടുത്താറുണ്ട് അവള്. ഞാൻ ഒരു ദിവസം 1-2 ദിവസം ഞാൻ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കാനുണ്ടായി ഇവിടെ വന്ന്. അപ്പോള് എന്നെ ദുരുപയോഗം ചെയ്യാൻ നോക്കിയവള്, പറയാൻ കൊള്ളാത്ത രീതിയിൽ എന്നെ ദുരുപയോഗം ചെയ്യാൻ നോക്കി. എങ്ങനെ ദുരുപയോഗം ചെയ്യാൻ നോക്കി? അത് മീഡിയയുടെ മുമ്പിൽ പറയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് പബ്ലിക്കിൽ വെച്ചിട്ടാണോ അതോ ഏതെങ്കിലും റൂമിലോ എന്തെങ്കിലും? ബൈക്ക് യാത്രക്കിടയിൽ മോശമായിട്ട് എന്നെ ദുരുപയോഗം ചെയ്ത് ഞാൻ ഓടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് എന്നെ മുറുക്കി കെട്ടിപ്പിടിക്കുക, എനിക്ക് വിടാൻ പറഞ്ഞ് ബൈക്ക് വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പൊട്ടിത്തെറിച്ച് ചിലപ്പോൾ രണ്ടുപേരും ചിലപ്പോൾ വണ്ടി പോകുകൊണ്ട് അങ്ങനത്തെ ഒരു സ്റ്റണ്ടിലേക്ക് ഞാൻ പോയില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പറയാൻ ഓർത്ത് എന്തായാലും പ്രശ്നമാകുമെന്ന് അറിയാം. ലാസ്റ്റ് പ്രശ്നം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് അവള് ഞാൻ മുള്ളാനൊക്കെ നിർത്തിയാൽ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ മുള്ളാൻ മുട്ടും തൂറാൻ മുട്ടുമില്ല. എനിക്കങ്ങനെ ഒരു അസുഖമുള്ളതാണ്, മനസ്സിലായി? അപ്പോൾ കക്കൂസൊക്കെ പൊട്ടില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഒന്നിന് പോകാനായിട്ട് ഒരു മറവിൽ നിർത്തിയായിരുന്നു. അപ്പോൾ അവളെ ഞാൻ നോക്കി, അവളെ എന്നെ വന്ന് നോക്കി ഇപ്പുണ്ടായി. അതും വന്നു, മനസ്സിലായി? മുട്ടിയായിട്ട് മുള്ളിയതും ഒന്ന് നോക്കിയുണ്ടായി. അപ്പോൾ എന്നിട്ട് വന്നവർ പറഞ്ഞ് മറ്റേ നിൻ്റെ ഇത് വലുതല്ല ചെറുതാണ്, അങ്ങനെയൊക്കെ പല വർത്തമാനങ്ങളും പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ മോശമായിട്ടുള്ള കാര്യങ്ങൾ മൂത്രം ഒഴിച്ച് വന്ന് വിളിച്ച് നോക്കിയതുകൊണ്ടാണോ? അപ്പോൾ അത്രയൊക്കെ തന്നെ അറിയാമല്ലോ. അലിന് ശരിക്ക് തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ അലിനാണ് റിയെ ഉപയോഗിക്കാൻ ശ്രമിച്ചതെന്നുള്ള രീതിയിലാണല്ലോ കുറച്ച് ന്യൂസുകളൊക്കെ വരുന്നത്.
തിയേറ്ററിനുള്ളിൽ നിന്ന് അലിനാണ് റിയനെ ഉപയോഗിക്കാൻ ശ്രമിച്ചതെന്നുള്ളത്? തിയേറ്റർ റൂമിൽ അങ്ങനെ എൻ്റെ കൂടെ അടുത്തിരുന്ന് എന്നെ ഉപയോഗിക്കാനൊക്കെ ശ്രമിച്ച് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ വെച്ചോട്ടെ ഓർത്തു, അല്ലാണ്ട് എന്ത് പറയാൻ ഇപ്പം, മനസ്സിലായി? അത്രേ ഉള്ളൂ. നിലവിൽ ഇത് പോലീസ് കേസ് ആകുമെന്ന് മലപ്പുറം ലിപ് ലോക്ക് ഒക്കെ ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു. ലിപ് ലോക്ക് ഒക്കെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചു. ഭീഷണിപ്പം എന്ന് പറഞ്ഞാൽ മറ്റേ കൈ പിടിച്ച് വലിച്ചൊക്കെ ചെയ്യിപ്പിക്കാൻ നോക്കി. അലിനിത് പോലീസ് കേസ് ആകുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടോ? പേടിയുണ്ട്. കാരണം മറ്റേ പെണ്ണാണുള്ള വർഗം. ഇപ്പം പെണ്ണ് വിചാരിച്ചാൽ ഇന്ന് നടക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം അത്രയും പോക്ക് കേസായിട്ടുള്ളൊരു പെണ്ണ് വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടോമിച്ചാണ്ട പറയാൻ പോയെന്ന് പറയുന്നുണ്ട്. മറ്റേ ടോമിച്ച മുളകണമല്ല, ഒരു ടോമിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഫ്രണ്ടാണ്. അപ്പോൾ ഓൾബൈറ്റിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് നമുക്ക് കല്യാണം കഴിക്കാം, റൂം എടുക്കാന്നൊക്കെ പുള്ളിയോടും പറഞ്ഞു കൊടുക്കും. പട്ടല്ല. അപ്പം ഓരോരുത്തരെ കാണുമ്പോഴും കാമത്തോടെ നോക്കുന്നൊരു പെണ്ണോട് എനിക്ക് പറയാനുള്ളത്, പ്രായപൂർത്തിയാകുമ്പോൾ 21 വയസ്സിൽ അല്ലെങ്കിൽ 25 വയസ്സിൽ പെണ്ണ് കെട്ടുക, കയപ്പ് തീർക്കുക, എല്ലാം പറയാൻ പറ്റുള്ളൂ. അത്രക്ക് കയപ്പ് മൂത്ത് എന്നോട് പെരുമാറേണ്ട ആവശ്യമില്ല. ഒരാളെ കാണുമ്പോൾ നമുക്ക് കോമാളി ഇമേജ് ആണെങ്കിലും ലോകം അറിയപ്പെടുന്ന, കേരളം അറിയപ്പെടുന്ന, ഗൾഫ് നാട് അറിയപ്പെടുന്ന സെലിബ്രിറ്റി ആണെന്ന് പറയാം ഞാൻ, മനസ്സിലായോ? ഓക്കെ. എനിക്ക് പബ്ലിസിറ്റി കൊടുത്ത് ഞാൻ തന്നെ നിലനിൽക്കുന്നത്, മനസ്സിലായോ? മീഡിയക്കാർ എടുക്കുന്നത് മാത്രം ഞാൻ അവരെപ്പോഴും ചെയ്തു കൊടുക്കുന്നു റിവ്യൂസ് ഒക്കെ. ഓക്കെ. നിലവിൽ ഇനിയുള്ള സീരീസ് ഉണ്ടല്ലോ, വെബ് സീരീസ്, ഇതിന്റെ അതായത് അലിയേട്ടന്റെ പെണ്ണ് ആൻസി എന്ന് പറയുന്ന അത് നടക്കുമെന്ന് ഞാൻ പറയും. വീട്ടുകാരെ അത് എതിർക്കുന്നുണ്ട്, ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു വന്നാലും ഞാൻ എന്തായാലും അത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത്. ഒരു സീരിയലുള്ള പാട് 6-8 അതിൻ്റെ നായകനെ അഭിനയിക്കുന്നത്. അതിൽ നായികയായിട്ടൊരു കോമഡി സീക്വൻസ് ഉണ്ട്. എന്തായാലും നടക്കും. എന്തായാലും അത്രയും ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി എന്തായാലും സിനിമയിലല്ലോ, ഷോർട്ട് ഫിലിമാണല്ലോ, ഒരു മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ക്യാമറയിൽ ചെയ്യുന്ന സംഭവമാണല്ലോ. ഓക്കെ. ഈ ക്രൂവിന്, നിങ്ങളുടെ ഈ ക്രൂവിനെതിരെയായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പം ബ്രൈറ്റിന്റെ പേരിലാണെങ്കിലും അഭിലാഷ് ആട്ടയം പുള്ളിക്കാരന്റെ പേരിലാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായ സംഭവം പറയാം. സെറ്റിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ വേണ്ടാത്ത രീതിയിൽ പ്രലോഭിക്കാനൊക്കെ എന്നെ നോക്കി. ഇപ്പം ആരും ഇല്ലായിരുന്നെങ്കിൽ പെരേരെ മയക്കിടത്തിയ സെക്സ് ചെയ്താനെന്ന് പറയുന്നുണ്ട്. തെറ്റല്ലേ? സെക്സ് എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണം പോലെ അല്ലല്ലോ, മനസ്സിലായോ? ആരും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ മറ്റേ മയക്കി കിടത്തി സെക്സ് ചെയ്ത്, ഇതൊക്കെ എന്ത് വർത്താനമാണ്? ഇങ്ങനെ പറയുന്ന ആളുകൾ ഈ പറയുന്നൊക്കെ അലിൻ പറയുന്നതല്ലേ, ഇതിനൊന്നും തെളിവുകളില്ലല്ലോ. തെളിവുകളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഞാൻ കണ്ടതല്ലേ, മനസ്സിലായോ? ഇപ്പൊ അങ്ങനെ കണ്ടതെന്ന് കേട്ട പറഞ്ഞത് ഇന്നത്തെ തലവരാലും വിശ്വസിക്കില്ല. പുള്ളി വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ള ശ്രീ സിന്ധു ചാലക്കുടിയാണ്, സ്ത്രീ ആയിട്ടുള്ള അസിസ്റ്റന്റായിട്ടൊക്കെ പ്രവർത്തിച്ച് അഭിനയിക്കുകയും ചെയ്തതാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇപ്പൊ വന്ന് അതൊരു കഥാപാത്രമല്ലടാ. അപ്പൊ എന്തായാലും അവരൊക്കെ വന്ന് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഈ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു നന്മ സോഷ്യൽ മീഡിയയിൽ അടുത്ത ജനപ്രിയ നായകനാക്കാനുള്ള തന്ത്രങ്ങളാണ്. ഇപ്പൊ ദിലീപേട്ടന്റെ കേസ്, ദിലീപേട്ടന്റെ പേര് ഇതേപോലെ പല കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. ദിലീപേട്ടൻ കഴിഞ്ഞ് ഇനി അടുത്ത ജയിലിൽ പോകുന്ന നീയാണെന്ന് പറയുന്നുണ്ട്. അത് തെറ്റല്ല. ദിലീപേട്ടന്റെ ആ ഫോട്ടോ ഉണ്ടല്ലോ, ജയിലിൽ നിന്ന് ഇറങ്ങുന്ന റിലീസും 2017 ദിലീപേട്ടൻ അറസ്റ്റ് ആവുന്നത്. അത് അറസ്റ്റ് ആയി കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞ് ദിലീപേട്ടൻ പുറത്തിറങ്ങി ആ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് നമ്മളെ ഫേസ് അതിനകത്ത് വെച്ചിട്ട് താടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു രൂപത്തിൽ വന്നത്, മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം നമ്മൾ അസൂയൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ചെയ്യണം. അലിൻ ജോസ് പെരേര ജയിലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ റിയ ശരിക്കും നാൻസിക്കും കുറെ ഫാൻസ് ഉണ്ടെന്ന് നമ്മൾ ശാരീരികമായിട്ട് അവളെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ അവള് ഡേറ്റിങ്ങിനും പോയിട്ടില്ല. അവള് പല റൂമിലേക്ക് വിളിച്ച്, പക്ഷെ ഞാൻ പോയിട്ടില്ല. നമ്മൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് പോയിട്ടില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇതുപോലത്തെ ഒരു വെടിക്കെട്ടിനോട് താല്പര്യമില്ല. ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? എന്തായാലും ഒരു കാര്യമുണ്ട്, കാരണം ഇനിയെങ്കിലും നല്ല രീതിയിൽ പോവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും എന്താ പറഞ്ഞ സ്ത്രീയാണ് എപ്പോഴും നമ്മള് സിനിമ എന്നതും ഷോർട്ട് ഫിലിം സിനിമ എന്ന ഷോർട്ട് ഫിലിം എന്നത് മായിക ലോകമോ. അതിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് എത്തിപ്പെടാമെന്ന പെണ്ണുങ്ങളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ അഡ്ജസ്റ്റ്മെന്റോ ഈ നായകന്മാരോട് കൂടുതൽ അട്രാക്ഷൻ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ പിടിച്ചിരിക്കുക. സ്വന്തം കാര്യം നോക്കി അഭിനയിച്ച രംഗങ്ങൾ മാത്രം അഭിനയിച്ച് പോവുക. കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്ന സെക്സ്വൽ ആയിട്ടുള്ള റിലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. മര്യാദക്ക് അഭിനയിച്ച് പോയി കഴിഞ്ഞാൽ ഫീൽഡിൽ പിടിച്ചിരിക്കുക. എന്തായാലും ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാന്നാണ് ഇപ്പോൾ റിയോടാണെങ്കിലും പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ലൈഫ് കുറച്ചുള്ളൂ. ആ ലൈഫ് കുറച്ച് കളയുമ്പോൾ മണ്ണോട് തീർന്നു പോകണേ ലൈഫ് എന്ന് പറയാം. അത്രയല്ലേ ഉള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് വഴക്കും കുന്നായ്മയൊക്കെ വെച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അതിനേ സമയമുള്ളൂ. നമുക്കിപ്പോ ജീവിതത്തിൽ പല കാര്യങ്ങളും അനൂപനോ ചേട്ടൻ പണ്ട് പാവടയിൽ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഈസ് എ ഹണ്ട്, ഒഴിഞ്ഞ ഒരു കാലിക്കൊപ്പി. അത് കള്ളു നിറച്ചാൽ കള്ളുപ്പി,
ആരുടെയും പള്ളയെ കുത്തിയ കൊലക്കുപ്പി. അപ്പോൾ അതുപോലെ ലൈഫ് കുറച്ചേ ഉള്ളൂ. കുറച്ച് കാലത്ത് ജീവിതത്തിൽ എന്തോരം മാരകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ എന്ത് ഇങ്ങനത്തെ കേസ് സംഭവിക്കുന്നത്, പെണ്ണുങ്ങൾ എന്തും പറഞ്ഞാൽ ലോകം വിശ്വസിക്കുന്ന രീതിയിൽ കോടതി ആക്കിയിട്ടുണ്ട്. അത് മാറ്റണം. കാരണം ഇന്നാള് ജിഷ ട്രെയിനിൽ ഉന്തിയിട്ട് അതൊക്കെ കാണാൻ ചെയ്തത്. പക്ഷേ ഇന്നാള് ഗ്രീഷ്മ എന്ന പെൺകുട്ടിയെ അറിയാൻ പറ്റും. മറ്റേ ഇതിൽ കഷായത്തിന് വശം കലക്കിയിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ പെൺകുട്ടിയല്ലേ ചെയ്തത്, അറസ്റ്റായല്ല. പിന്നെ എന്താണ് മറ്റൊരു ഭക്ഷണത്തിന് വശം കലക്കി കൊന്നല്ല ഒരു പെണ്ണ് കൂടത്തായി ജോളി. അപ്പോൾ അതൊക്കെ പെണ്ണുങ്ങളാണ് ചെയ്തത്. പെണ്ണുങ്ങൾ അത്ര എല്ലാവരും ഒരു 25% പെണ്ണുങ്ങൾ അത്ര നീറ്റൊന്നും അല്ല. ഇങ്ങനെ ഉള്ള ഡാൻസ് വീഡിയോ ചെയ്യുന്ന എല്ലാവരും പറയാനും പറ്റത്തില്ല. പെണ്ണുങ്ങളെ പറ്റി മോശമായിട്ടും പറഞ്ഞാലും ഭാവിയിൽ റാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നാളെ തല്ലാൻ വരുമായിരിക്കും. പക്ഷേ ഇവള് നമ്മളെ പറ്റി പറയുന്നത് വെറും ചെറ്റത്തരം എന്ന് തന്നെ പറയാം. എന്തായാലും എനിക്കെന്താ പറയാനുള്ളത്, കാരണം എന്ന് വെച്ചാൽ ഇനിയും വഴക്കും കുന്നായ്മയും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാണ്ട് അവരവരുടെ ഭാവി നോക്കുക. കാരണം സ്ത്രീക്കാണെങ്കിൽ ഒരു ഭാവി ഉള്ളതാണ്. നാളെ ആണെങ്കിലും 39 വയസ്സുള്ള പെണ്ണ് 39 വയസ്സുള്ള ചെറുക്കനെ കെട്ടുക, അതായത് അത് പറയാൻ ഒരു കാര്യം പറഞ്ഞല്ലേ. അതായത് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഈ കുന്നായ്മയും കുശുമ്പും അല്ലെങ്കിൽ കുത്തിത്തീരിപ്പൊക്കെ ആയിട്ട് മറ്റുള്ളവരും പറഞ്ഞ കേട്ട് മുന്നോട്ട് പോയി അതിനേ സമയം ഉണ്ടാവുള്ളൂ. പെണ്ണാണ് ഒരു ഭാവിയുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകണ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ സിനിമയാണെങ്കിലും എന്തെങ്കിലും നല്ല ജോബാണെങ്കിലും ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലാണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ 1-2 ഇൻ്റർവ്യൂവിൽ വന്നു എന്ന് വെച്ചാൽ വലിയ സംഭവമായിട്ട് എടുക്കുമോ ഒന്നും ചെയ്യാണ്ട് മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ പാട്ടിന് പോകട്ടെ.